ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നായകനായിട്ടുള്ള ടോമിനെയാണ്. ആൾക്ക് സ്വന്തമായിട്ടൊരു ബുക്ക് ഷോപ്പ് ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ടോം അവൻ്റെ ബുക്ക് ഷോപ്പിൽ ഇരുന്നിട്ട് പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളുടെ പേരാണ് സാൻഡ്ര. ഇവളവിടെ വന്നിട്ട് ഏതോ ഒരു ബുക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ടോം അവളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം, നിങ്ങൾക്ക് ഏത് പുസ്തകമാണ് വേണ്ടതെന്ന്. അപ്പോൾ അവൾക്ക് തേർ ഐസോ വാച്ചിങ് ഗോഡ് എന്ന് പറയണ ആ ഒരു പുസ്തകമാണ് വേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ടോം ഹൗക്ക് അതിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പുസ്തകം എടുത്തിട്ട് അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടോം അവളോട് പറയുന്നുണ്ട്, ഞാൻ ഈ ഓഥറുടെ അധിക പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല. അപ്പം നമ്മുടെ സാൻഡ്ര, ഇവർ വളരെ നല്ലൊരു എഴുത്തുകാരിയാണല്ലോ, നിങ്ങൾ ഇവരുടെ കുറച്ചുകൂടി പുസ്തകങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് വായിക്കുക എന്ന് പറയുന്നുണ്ട്. കൂടാതെ ഈ പുസ്തകം വാങ്ങുന്നത് അവളുടെ പ്രൊഫസറിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നും അവൾ പറയുന്നുണ്ട്. അത് കേട്ട ടോം, ഓക്കെ അപ്പം നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത്, അതെ ഞാൻ എൻ്റെ PhD ചെയ്തുകൊണ്ടിരിക്കുവാണെന്ന്. അങ്ങനെ സാൻഡ്ര ഈ ബുക്ക് വാങ്ങിയിട്ട് അതിന് പേയ്മെന്റ് കൊടുക്കാൻ നോക്കുമ്പോഴേക്ക് ഇവളുടെ കാർഡ് വർക്ക് ആവുന്നില്ല. മാത്രമല്ല ഇവളുടെ കയ്യിലാണെങ്കിൽ ആവശ്യത്തിനുള്ള ക്യാഷും ഇല്ലായിരുന്നു. അത് കണ്ടിട്ട് ടോം പറയുന്നുണ്ട്, ഓക്കെ നിങ്ങൾ പിന്നെ കൊണ്ട് തന്നാൽ മതിയെന്ന്. പക്ഷേ സാൻഡ്ര ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ടോം കുറേ പറഞ്ഞിട്ട് സാൻഡ്ര പറയുന്നുണ്ട്, ശരി ഞാൻ എന്നാൽ വൈകുന്നേരം തന്നെ നിങ്ങൾക്ക് ക്യാഷ് കൊണ്ടുതരാമെന്ന്. അങ്ങനെ സാൻഡ്രയോട് കുറച്ച് സമയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ടോമിന് തോന്നുന്നുണ്ട്, പുള്ളിക്കാരി കൊള്ളാം, സെയിം വൈബാണ്, ഒന്ന് മുട്ടി നോക്കിയാലോ എന്ന് കരുതിയിട്ട് ഇവളോട് വൈകുന്നേരം നമുക്കൊന്ന് ഡിന്നറിന് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് സാൻഡ്ര, ഓ അത് ശരിയാവത്തില്ല, അത് വേണ്ട എന്ന് പറയുമ്പോൾ ടോം ചോദിക്കുന്നുണ്ട്, അതെന്താ നിങ്ങൾക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ടോന്ന്. അപ്പോൾ സാൻഡ്ര പറയുന്നുണ്ട്, അതുകൊണ്ടല്ല, എനിക്കിങ്ങനെ സിംഗിൾ ആയിട്ടൊക്കെ നടക്കാനാണ് ആഗ്രഹം എന്ന്. എന്നിട്ട് അവൾ ആ പുസ്തകവും വാങ്ങിയിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. നമ്മുടെ ടോമിനാണെങ്കിൽ ചെറുതായിട്ടൊരു ചമ്മിയ പോലെ ഒരു ഫീലും. അങ്ങനെ ഈവനിങ് ആയപ്പോൾ കട പൂട്ടിയിട്ട് ടോം വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോഴുണ്ട് നമ്മുടെ സാൻഡ്ര അങ്ങോട്ടേക്ക് വരുന്നു. അവൾ ആ ക്യാഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. എന്നിട്ട് അവൾ ആ ക്യാഷ് കൊടുത്തിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, രാവിലെ നിങ്ങൾ എന്നെ ഡിന്നറിന് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ സമയത്ത് പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് ആകെ കൺഫ്യൂഷനായി. ഇപ്പം ഞാൻ നിങ്ങളെ തിരിച്ച് ഡിന്നറിന് വിളിച്ചാൽ നിങ്ങൾ എൻ്റെ കൂടെ വരുമോന്ന്. ഇത് കേട്ട ടോമിനാണെങ്കിലും മനസ്സിൽ ലഡു പൊട്ടി. കാരണം ഇവൻ ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ടോം അവനെ പരിചയപ്പെടുത്താൻ തുടങ്ങി. അവന് ഷോർട്ട് സ്റ്റോറീസും നോവൽസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എഴുതാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു ഇവൻ്റെ അമ്മ മരിക്കുന്നത്. അങ്ങനെ അമ്മ മരിച്ചതിനുള്ള ഡിപ്രഷനൊക്കെ കാരണം ഇവന് എഴുത്തും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് ഈ ഒരു ബുക്ക് സ്റ്റോർ ഇട്ടിട്ട് അവിടെ കൂടി. അപ്പോൾ സാൻഡ്ര പറയുന്നുണ്ട്, എൻ്റെയും പാരൻസ് ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ഏട്ടൻ മാത്രമേ ഉള്ളൂ. പാരൻസ് മരിച്ചതിന് ശേഷം ഞങ്ങൾ ഈ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ നിന്നിട്ടാണ് വളർന്നത്. അപ്പോൾ അങ്ങനെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ഒരുപാട് പുസ്തകങ്ങളുടെ കളക്ഷൻ ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് അവൾക്ക് ഈ പുസ്തകങ്ങളോടുള്ള ഭ്രാന്ത് തുടങ്ങിയെന്ന്. മാത്രമല്ല അവൾ ആദ്യമായിട്ട് വായിക്കുന്നത് ജെയിൻ എയർ എന്ന് പറയുന്ന ആ ഒരു പുസ്തകമാണ്. അത് അവൾ വീണ്ടും വീണ്ടും കുറേ പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ടോം പറയുന്നുണ്ട്, ജെയിൻ എയർ അല്ലേ, ഓക്കെ ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് അവൻ്റെ ബുക്ക് ഷോപ്പിലേക്ക് തന്നെ വീണ്ടും പോകുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോഴാണെങ്കിൽ ഇവൾ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പുസ്തകം ഉണ്ടല്ലോ, അതിൻ്റെ ഫസ്റ്റ് എഡിഷൻ ടോമിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് സാൻഡ്രക്കാക്ക് അത്ഭുതമായി. കാരണം അതിൻ്റെ ഫസ്റ്റ് എഡിഷനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കാര്യമാണല്ലോ. അങ്ങനെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാവുന്നുണ്ട്. സെയിം വൈബാണ്, അടിപൊളിയായിരിക്കും എന്നൊക്കെ തോന്നിയിട്ട് രണ്ടുപേരും റിലേഷനിലാവുന്നുണ്ട്. ഇവരെപ്പോഴും കാണുമ്പോഴും ഓതേഴ്സിനെ കുറിച്ചിട്ടും പുസ്തകങ്ങളെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല ഇവരധികവും സാൻഡ്രയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു മീറ്റ് ചെയ്യുന്നത്. അപ്പോഴായിരുന്നു ഒരു ദിവസം സാൻഡ്രയുടെ ബ്രദർ വന്നിട്ട് ആ വീടിന്റെ പുറത്ത് നിന്നിട്ട് ബഹളം വെക്കുന്നത്. അപ്പൊ ഇത് കേട്ടിട്ട് ടോം ചോദിക്കുന്നുണ്ട്, അത് ആരെ എന്തിനെങ്ങനെ വന്നിട്ട് ബഹളം വെക്കുന്നതെന്ന്. അപ്പൊ സാൻഡ്ര പറയുന്നത് അതിന്റെ ബ്രദറാണ്, അവന് പൈസ വേണം പോലും, അതിനാ വന്നിട്ട് ബഹളം വെക്കുന്നതെന്ന്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, അവന് കുട്ടിക്കാലത്ത് കുറെ മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് അവന്റെ സ്വഭാവം തന്നെ ആകെ മാറ്റിമറിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞല്ലോ എന്റെ ബ്രദറാണല്ലോ, അതുകൊണ്ട് എനിക്ക് അവനെ ഇഷ്ടമാണ്, അവൻ പറയുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ടെന്ന്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ടോമിന്റെ ബർത്ത്ഡേ ഇവരുടെ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ടോം സാൻഡ്രയെ അവർക്കെല്ലാം കൂടിയിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, എന്റെ ലവർ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവന്റെ ഫ്രണ്ട്സ് അവനോട് പറയുന്നുണ്ട്, നിനക്ക് എന്തായാലും നല്ലൊരു കുട്ടിയെ തന്നെ കിട്ടിയല്ലോ, ഇനി പണ്ടത്തെ പോലെ വല്ല പൊട്ടത്തരൊന്നും ചെയ്യാൻ നിൽക്കരുതെന്ന്. എന്താന്ന് വെച്ചാൽ ഇവന്റെ അമ്മ മരിച്ച സമയത്ത് ഇവൻ ആകെ ഡിപ്രസ്ഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ ഒരു സമയത്ത് ഇവൻ ഒറ്റക്കായതുപോലെ തോന്നിയിട്ട് ഇവൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് ടോം ആ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് നല്ലൊരാളെ തന്നെയാണ് ലവറായിട്ട് കിട്ടിയേക്കുന്നതെന്ന്. പിന്നെ ഈ ടോമും സാൻഡ്രയും ഉണ്ടല്ലോ, അവരെപ്പോഴും മീറ്റ് ചെയ്യുന്നത് സാൻഡ്രയുടെ ആ വീട്ടിൽ വെച്ചിട്ടായിരിക്കും. അങ്ങനെ ഒരു ദിവസം സാൻഡ്ര ചോദിക്കുന്നുണ്ട്, നീ എന്താ നിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകാത്തേ, എനിക്ക് അവിടെ കാണുന്നുണ്ടെന്നൊക്കെ. അത് കേട്ട ടോം പറയുന്നത്, അത് വേണ്ട, അങ്ങോട്ട് പോകുന്നത് ശരിയാവില്ല. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം എൻ്റെ അച്ഛൻ വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ അച്ഛനും ആ ഒരു സ്റ്റെപ്പ് മദറുമാണ് വീട്ടിലുള്ളതും, അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ടേക്ക് നിന്നെ കൊണ്ടുപോകാൻ വലിയ താല്പര്യമില്ലാന്നു. അപ്പം സാൻഡ്ര, ഓക്കെ നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ ജസ്റ്റ് നിന്നോട് ചോദിച്ചൊന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയും.
അങ്ങനെ വേറൊരു ദിവസം ഈ ടോം സാൻഡ്രയെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോഴുണ്ട് ഇവള് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നു. അപ്പൊ ടോം ഇവളോട് ചോദിക്കും, എന്താടി, എന്താ നിനക്ക് പറ്റിയേ, എന്തിനാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? അപ്പൊ നമ്മുടെ സാൻഡ്ര പറയുന്നത്, എന്റെ ഏട്ടനുണ്ടല്ലോ, അവൻ കുറെ കാശ് ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്. അവനാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെടുത്തിട്ട് ഇവനെ അടിച്ചു. ഇപ്പൊ അവര് പറയുന്നത് ക്യാഷ് മുഴുവനായിട്ടും കൊടുത്തിട്ടില്ലെങ്കിൽ ഇവനെ കൊല്ലുന്നാണ്. അത് കേട്ടിട്ട് ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ക്യാഷ് അവർക്ക് കൊടുത്തിട്ട് അവര് തൽക്കാലത്തേക്ക് സമാധാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ഒരാഴ്ച സമയം തന്നിട്ട് മുഴുവനും ക്യാഷും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അത്രയും ക്യാഷ് ഞങ്ങളുടെ കയ്യിലില്ല. മാത്രമല്ല അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടാലും തികയെത്തൂല. അതുകൊണ്ട് എൻ്റെ ഏട്ടൻ പറഞ്ഞേക്കുന്നത് കുറച്ച് ക്യാഷ് അവർക്ക് കൊടുത്തിട്ട് നമുക്ക് ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാന്നാണ്. ഇത് കേട്ട ടോം അവളോട് ചോദിക്കുന്നുണ്ട്, ഇനി നിങ്ങൾ എവിടെ പോയാലും അവരെന്തായാലും നിങ്ങളെ തെരഞ്ഞു വരുമല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത്? അതുപോട്ടെ എത്ര പൈസയുടെ ആവശ്യം ഉണ്ടെന്നാ നീ പറയുന്നതെന്ന് ഇവൻ ചോദിക്കും. അപ്പൊ ഇവൾ പറയും, അതൊരു വലിയ സംഖ്യയാണ്, നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തൊന്നുമില്ലാന്ന്. അപ്പൊ ടോം ഇവളോട് പറയുന്നുണ്ട്, ഓക്കെ നമുക്ക് നോക്കാം, നീ എന്തായാലും എത്ര എമൗണ്ട് എന്ന് പറയാന്ന് പറയുമ്പോൾ സാൻഡ്ര പറയുന്നത് അത് $3 ലക്ഷം ആണ്, അത്ര പൈസയൊന്നും എനിക്ക് എന്തായാലും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന്. ഇത് കേട്ട ടോം, $3 ലക്ഷം അല്ലേ, ശരി, ആ ക്യാഷ് ഞാൻ നിനക്ക് തരാം, നീ നാട് വിട്ടൊന്നും പോകണ്ട, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ നീ എന്ത് ചോദിച്ചാലും ഞാൻ തരുമെന്നും പറയും. അപ്പൊ സാൻഡ്ര പറയും, നീ എന്താ പറയുന്നേ, $3 ലക്ഷം നീ എവിടെ പോയി ഉണ്ടാക്കാനാ? ഇതെന്താ നീ ബാങ്ക് വല്ലതും കൊള്ളയടിക്കാൻ പോവാണോന്ന്? ഇത് കേട്ട ടോം, നീ എന്റെ അച്ഛനെ കുറിച്ച് എന്താ വിചാരിച്ചേ, ആള് വലിയ പുള്ളിയാ, നിനക്ക് വേണ്ട പൈസ ഞാൻ തന്നാ പോരെന്ന് പക്ഷെ സാൻഡ്ര അപ്പൊ പറയുന്നത്, കാര്യം നമ്മൾ തമ്മിൽ പരിചയമൊക്കെ ഉണ്ട്, റിലേഷനിലൊക്കെയാണ്, എന്നാൽ ഇത്രയും വലിയ എമൗണ്ട് ഒന്നും എനിക്ക് നിന്റെ കയ്യിൽ നിന്നും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇത് കേട്ടിട്ട് ടോമിന് ഭയങ്കര വിഷമാവുന്നുണ്ട്. അവൻ അവളോട് പറയും, നീ എന്നെ ഒരു സ്ട്രേഞ്ചറെ പോലെയാണ് കരുതുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. മാത്രമല്ല എന്റെ അച്ഛനെ ഞാൻ കുട്ടിക്കാലം തൊട്ട് കാണുന്നതാ, പുള്ളിക്കാരൻ ഈ ക്യാഷൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ എനിക്കതിൽ വലിയ കുറ്റബോധമൊന്നും ഇല്ലാന്നും ആള് പറയും. അങ്ങനെ ടോം കുറെ നിർബന്ധിച്ചിട്ട് സാന്ദ്ര അവസാനം സമ്മതിക്കുന്നുണ്ട്. പിറ്റേന്ന് അങ്ങനെ ക്യാഷുമായിട്ട് ടോം സാന്ദ്രേനെ കാണാൻ വന്നു. അപ്പൊ ടോം സാന്ദ്രേനോട്, നീ എന്തായാലും ക്യാഷ് കൊടുക്കാൻ പോവല്ലേ, ഞാനും നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഇവളുടെ കൂടെ പോകാൻ നിൽക്കുമ്പോൾ ഇവള് പറയും, വേണ്ട, ആ ഒരു സ്ഥലത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് ശരിയാവത്തില്ല, നീ ഒരു കാര്യം ചെയ്യും, നമ്മൾ ആ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ അവിടെ പോയി ഇരിക്കുക, ഞാൻ പെട്ടെന്ന് തന്നെ ക്യാഷും കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്നും പോകും. പക്ഷെ ടോം ആണെങ്കിൽ അന്ന് രാത്രി വരെ അവളെയും കാത്തിട്ട് ആ റെസ്റ്റോറൻറ്റിലിരുന്നു. പക്ഷേ സാൻഡ്രയുടെ പൊടി പോലും ഇല്ലായിരുന്നു. അവസാനം ഇവൻ അവളുടെ വീട്ടിലേക്ക് ചെന്ന് നോക്കി, പക്ഷെ അവിടെ വീട് പൂട്ടിയിട്ട് ഇവൾ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സാൻഡ്ര ഉണ്ടല്ലോ, അവളുടെ ചാപ്റ്ററാണ്. അവൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുറ്റവാളിയാണ്. ഈ ഡ്രഗ് കേസിൽ എന്തോ പെട്ടിട്ട് കുറച്ചു കാലം ജയിലിലായിരുന്നു. ഇപ്പൊ പരോളിൽ ഇറങ്ങി നടക്കുവാണ് പുള്ളിക്കാരി. അങ്ങനെ ഇവള് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഇവളുടെ പരോൾ ഓഫീസറെ കാണാനായിട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. ഇവള് നേരെ അയാളുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഹായ് സർ, നിങ്ങളല്ലേ പരോൾ ഓഫീസർ എന്ന്. അപ്പോൾ അയാളാണെങ്കിൽ ഇവളിത് എന്താ വന്ന് ചോദിക്കുന്നതെന്ന് കരുതിയിട്ട് അന്തം വിട്ടിരിപ്പുണ്ട്. അപ്പോഴായിരുന്നു തൊട്ടടുത്ത ചെയറിൽ നിന്നും ഒരു ലേഡി കൈവീശി കാണിച്ചിട്ട് സാൻഡ്രയോട് പറയുന്നത്, ദേ ഞാൻ ഇവിടെ ഉണ്ടെന്ന്. എന്നിട്ട് അവള് നേരെ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ചാൽ സാധാരണ ഇവള് മെയിൽ ഓഫീസേഴ്സിനെയാണ് കാണാറ്. ഇതാദ്യമായിട്ടാണ് ഒരു ലേഡി ഓഫീസർ വരുന്നത്, അതുകൊണ്ടുള്ള ചെറിയൊരു കൺഫ്യൂഷൻ. എന്നിട്ട് ആ ഓഫീസർ ഇവളോട് ചോദിക്കുന്നുണ്ട്, സാൻഡ്ര കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, എഗ്രിമെന്റ് ഒക്കെ പാലിക്കുന്നില്ലേന്ന്. അതായത് ഈ സാൻഡ്രയ്ക്ക് പരോളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പരോൾ എഗ്രിമെന്റ്സ് ഉണ്ടായിരുന്നു. ഒന്ന്, ഇനി ഇവള് ഈ ഡ്രഗ്സ് തൊടാനോ യൂസ് ചെയ്യാനോ അങ്ങനെയൊന്നും പാടില്ല. രണ്ടാമതായിട്ട് ഈ പരോളിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഇവള് ജോലിക്ക് പോകണമായിരുന്നു. അപ്പൊ ഇത് കേട്ടിട്ട് സാൻഡ്ര പറയുന്നുണ്ട്, ഞാൻ സ്റ്റാർബക്സിലാണ് ജോലി ചെയ്യുന്നത്, അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന്. അപ്പൊ ഇത് കേട്ട ഓഫീസർ അവളോട് പറയും, നീ എന്തിനാടി എന്നോട് ഈ കള്ളം പറയുന്നത്, നീ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, നീ 1 മാസമായിട്ട് അവിടെ പോയിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞു. കൂടാതെ നീ അതിനുശേഷം ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാൻഡ്ര പറയും, ഹേയ് ഞാൻ അതിനുശേഷം ഡ്രഗ്സ് തൊട്ടിട്ടേ ഇല്ലാന്ന്. അപ്പൊ ഇത് കേട്ട ഓഫീസർ പറയും, ഓ അതെയല്ലേ, എന്നാ നമുക്ക് ഇപ്പൊ തന്നെ പോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്താലോന്ന്. അത് കേട്ടിട്ട് സാൻഡ്ര ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ട് പറയും, ഞാൻ 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളിത് ആരോട് പറയരുതെന്ന്. അത് കേട്ടിട്ട് ഈ ഓഫീസർ പറയും, നീ പരോൾ അഗ്രിമെന്റ് ഒന്നും തന്നെ പാലിക്കുന്നില്ല, പിന്നെ എന്തിനാണ് ഞാൻ ഈ പരോൾ നിനക്ക് തരുന്നത്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ അത് ക്യാൻസൽ ചെയ്യാൻ പോണെന്ന്. അത് കേട്ടിട്ട് സാൻഡ്ര അവർക്ക് കുറച്ച് ക്യാഷ് ഒക്കെ കൊടുക്കാന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഓഫീസർ അതൊന്നും വേണ്ടാന്നാണ് പറഞ്ഞത്. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് വേറൊരാൾ വരുന്നത്. ഇവന്റെ പേര് മാക്സ് എന്നാണ്. മാക്സ് വന്നിട്ട് ഈ പോലീസ് ഓഫീസറോട് പറയും, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് തരാം, നിങ്ങൾ ഈ കാര്യം കണ്ടില്ലാന്ന് നടിക്കുമെന്ന്. ഇത് കണ്ടിട്ട് സാൻഡ്ര, ഇവനിത് എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടണേന്ന് കരുതി ഇങ്ങനെ ഇരിപ്പുണ്ട്. എന്നിട്ട് മാക്സ് ആ പോലീസ് ഓഫീസറിന് കുറച്ച് ക്യാഷ് കൊടുക്കുന്നുണ്ട്. കൂടാതെ അവന്റെ കയ്യിലുണ്ടായിരുന്ന റോളക്സിന്റെ വാച്ചും ഊരി കൊടുക്കും. അപ്പോൾ ഓഫീസർ എടുത്തോണ്ട് പോടാ നിന്റെ ക്യാഷ് എന്ന് പറയും. അന്നേരം മാക്സ്, ശരി നിങ്ങൾക്ക് പൈസ വേണ്ടതിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് വാച്ചും ക്യാഷും എടുത്തിട്ട് പുറത്തേക്ക് പോകും. പക്ഷെ നമ്മുടെ ഓഫീസർ അത്ര നല്ല പുള്ളിയൊന്നും ആയിരുന്നില്ല. അവൾക്ക് ആ വാച്ച് കണ്ടപ്പോൾ അതെങ്ങനെയും കിട്ടിയാൽ കൊള്ളാന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ മാക്സിന്റെ പുറകെ പോയിട്ട് ഡീൽ ഉറപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് മാക്സിനോട് $5000 ആവശ്യപ്പെടും. അപ്പം മാക്സ് പറയും, $5000 ഒന്നും ഇപ്പൊ എന്റെ കയ്യിലില്ല, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ റോളക്സിന്റെ വാച്ച് എടുത്തോളൂ, ഇതിനൊരു $8000 എങ്കിലും വില വരും, ബാക്കിയുള്ള 3000 ഇങ്ങോട്ട് തന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് ഈ പുള്ളിക്കാരിനോട് $3000 വാങ്ങും.
അത് കഴിഞ്ഞിട്ട് സാൻഡ്രയും മാക്സും കൂടിയിട്ട് റെസ്റ്റോറൻറ്റിന് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഈ സാൻഡ്ര വിചാരിക്കുന്നുണ്ട് ഇവൻ എന്തിനാണ് എനിക്ക് വേണ്ടിയിട്ട് ഇത്രക്കൊക്കെ ക്യാഷ് ചിലവാക്കുന്നത്, ഇവൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ. അപ്പോൾ മാക്സ് ഈ പോലീസ് ഓഫീസറിനോട് ഒരു $3000 വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അതിലൊരു $1000 ഈ സാൻഡ്രക്ക് കൊടുത്തിട്ട് പറയും ഒന്നുകിൽ നിനക്ക് എൻ്റെ കൂടെ കൂടാം അല്ലെങ്കിൽ നിനക്ക് ഇപ്പം തന്നെ ഇവിടുന്ന് പോകാമെന്ന്. എന്നിട്ട് ഈ മാക്സ് അവൻ്റെ കാറിൽ നിന്ന് വേറൊരു റോളക്സ് വാച്ച് എടുത്തിട്ട് കയ്യിലിടുന്നുണ്ടാവും. അപ്പോൾ സാൻഡ്ര ചോദിക്കും ഇത് എവിടുന്ന് ഈ വാച്ച് കിട്ടിയെന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പോലീസുകാരൻ ഇവൻ നൈസായിട്ടൊന്ന് തേച്ചിട്ടുണ്ട്. അവൾക്ക് കൊടുത്തേക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് വാച്ചായിരുന്നു. എന്നിട്ട് സാൻഡ്രേനോട് കാറിൽ കയറാൻ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഈ മാക്സിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോകും. അവിടെ വെച്ചിട്ട് ഈ സാൻഡ്രയുടെ കയ്യിൽ വല്ല ഡ്രഗ്സോ വേറെ എന്തെങ്കിലും സംഭവങ്ങളോ ഉണ്ടോ എന്ന് ഇവൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയും സാൻഡ്ര നിന്നെ എനിക്ക് നല്ല ക്ലീൻ ആയിട്ട് തന്നെ വേണം, നിന്നെ കൊണ്ട് എനിക്കൊരു പണി ചെയ്യാനുണ്ടെന്ന്. നീ അതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇന്ന് രാത്രി ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ പൊക്കോന്നും പറഞ്ഞിട്ട് മാക്സ് അവൻ്റെ റൂമിലേക്ക് പോകും. സാൻഡ്രക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷനായി. കാരണം ഇവിടുന്ന് ഇനി പുറത്തേക്ക് പോയാലും അവൾ നേരെ ജയിലിലേക്കായിരിക്കും പോവുക. കാരണം ഈ പോലീസുകാരിന് ഇവൻ നൈസായിട്ട് പറ്റിച്ചിട്ടുണ്ടല്ലോ. അവളെന്തായാലും ഇവളുടെ പരോൾ ക്യാൻസൽ ചെയ്തിട്ട് ഇവൾ പിടിച്ച് ജയിലിലിടും. അതുകൊണ്ട് മാക്സിന്റെ കൂടെ തന്നെ കൂടാന്ന് കരുതിയിട്ട് അവൾ അന്ന് രാത്രി അവിടെ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഇവൾ എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മുടെ മാക്സ് എഴുന്നേറ്റിട്ട് ഇവൾക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും മറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇവൾ എഴുന്നേറ്റത് കണ്ടിട്ട് നമ്മുടെ മാക്സ് ഇവളോട് ചോദിക്കുന്നുണ്ട് സാൻഡ്ര നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്. ഇത് കേട്ടിട്ട് സാൻഡ്ര പറയും എനിക്ക് ടൈറ്റാനിക് ഭയങ്കര ഇഷ്ടമാണ്, അതിലെ ജാക്ക് ഉണ്ടല്ലോ നമ്മുടെ ഡിക്കാപ്രിയോ, ആളെ അതിൽ കാണാൻ ഭയങ്കര സുന്ദരനാണെന്നൊക്കെ. അത് കേട്ടിട്ട് മാക്സ് ഇവളോട് പറയുന്നുണ്ട് ശരിയാണ് ഡിക്കാപ്രിയോ അതിൽ വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്, ആ സിനിമ കാരണമാണ് ആള് സിനിമ മേഖലയിൽ പച്ച പിടിച്ചതെന്നൊക്കെ. കൂടാതെ ഇവനും ടൈറ്റാനിക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സാൻഡ്ര പറയുന്നുണ്ട് നിങ്ങൾക്ക് ടൈറ്റാനിക് ഇഷ്ടമാണെന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ മാക്സ് പറയുന്നുണ്ട് ശരിയാണ് ഞാൻ ഇതുവരെ ആ സിനിമ കണ്ടിട്ടില്ലാന്ന്. അപ്പോൾ സാൻഡ്ര ഇവനെ ഭയങ്കര അത്ഭുതത്തോട് നോക്കുന്നുണ്ട്. അപ്പോൾ മാക്സ് ഇവനോട് ചോദിക്കുന്നുണ്ട് ഇത്രയും സമയം ഞാൻ സംസാരിച്ചതിൽ നിന്ന് നിനക്ക് ഞാൻ ടൈറ്റാനിക് സിനിമ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ടോന്ന്. എന്നിട്ട് മാക്സ് പറയും ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഇത് തന്നെയാണ് നിന്റെ ജോലി, ഇനി തൊട്ടിട്ട് നീ ചെയ്യുന്നതും പറയുന്നതും ആയിട്ടുള്ള കാര്യങ്ങളിൽ നിനക്ക് ഒരു വിവരമില്ലാന്ന് നീ പറയുന്ന ആൾക്കാരുണ്ടാവില്ല, അവർക്ക് മനസ്സിലാവാൻ പാടില്ല. അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ നമ്മുടെ മാക്സ് സാൻഡ്രയെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ്, അവൾ എന്താ ഇപ്പൊ ചെയ്യുന്നത്, അവളുടെ അച്ഛനും അമ്മയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചുപോയി, ഇപ്പൊ ഒരു ബ്രദർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ടോമിനോട് നേരത്തെ ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ്, PhD പഠിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മാക്സ് ഇവൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് ഇവളെ കൊണ്ട് പറയിപ്പിച്ചതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മാക്സ് പറഞ്ഞിട്ട് ടോമിനെ ഇവള് നൈസായിട്ട് തേച്ചതായിരുന്നു. അങ്ങനെ ഒരു ദിവസം മാക്സ് ഇവളെയും കൂട്ടിയിട്ട് വലിയൊരു ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഇവളോട് പറയുന്നുണ്ട് ഇന്ന് ഞാൻ നിനക്കൊരു ടെസ്റ്റ് പേപ്പർ വെക്കാൻ പോവാണെന്ന്. അപ്പൊ ഇവള് എന്തായെന്ന് ചോദിക്കുമ്പോൾ മാക്സ് അവിടെ ആ ഹോട്ടലിൽ ഇരിപ്പുണ്ടായിരുന്ന ഒരാളെ ഇവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയും നീ നേരെ അയാളുടെ അടുത്ത് പോയിട്ട് അയാളെ വളച്ചിട്ട് അയാളെയും കൂട്ടിയിട്ട് അയാളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകണമെന്ന്. അങ്ങനെ ഇവള് നേരെ അയാളുടെ അടുത്തേക്ക് പോയിട്ട് അയാളുടെ അടുത്തേക്കൊക്കെ സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ ഇവളെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവളെയും കൂട്ടിയിട്ട് അയാൾ നേരെ അയാളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മുടെ മാക്സ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. മാക്സ് അങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ സാൻഡ്രേനോട് എടി നീ എന്നെ ചതിച്ചല്ലേടി എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് അവിടെ നിന്ന് വഴക്കിട്ടാൻ തുടങ്ങി. ഈ കൂടെ വന്ന ആളുണ്ടല്ലോ ഇയാൾക്കാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അപ്പൊ സാൻഡ്ര ഇയാളോട് പറയും ഇവൻ എൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണ്, ഞാൻ ഇവനെ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യുന്നു പുറത്ത് നിൽക്ക്, ഞാൻ ഇവനെ പറഞ്ഞയച്ചിട്ട് നിങ്ങളെ വിളിച്ചോളാന്ന് പറഞ്ഞിട്ട് ഇയാളോട് ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറയും. അയാളാണെങ്കിൽ അപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴായിരുന്നു സാൻഡ്രയ്ക്ക് ഇനി തൊട്ട് ഇവൾ എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് ശരിക്കും മനസ്സിലാവുന്നത്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന അയാളുടെ ക്യാഷും മറ്റുള്ള സംഭവങ്ങളൊക്കെ മോഷ്ടിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാക്സ് ഉണ്ടല്ലോ അവൻ്റെ ചാപ്റ്ററാണ്. അവനൊരു വലിയ വീട്ടിലേക്ക് പോകുമായിരുന്നു. അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അവൻ അതിനുള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ അവിടെ ഒരു സ്ത്രീ വന്നിട്ട് ഇവനോട് സംസാരിക്കുന്നുണ്ട്. സംഭവം അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ മാക്സിന്റെ അമ്മ തന്നെയായിരുന്നു. പുള്ളിക്കാരിയുടെ പേര് മാഡ്ലിൻ ആയിരുന്നു. മാത്രമല്ല ആള് വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്, റിച്ചാർഡ്. അവിടുത്തെ വലിയൊരു പണക്കാരനാണ്. പക്ഷെ മാഡ്ലിന്റെയും റിച്ചാർഡിന്റെയും ഈ റിലേഷൻ മാക്സിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവുന്നില്ല. മാക്സിന്റെ ചെറുപ്പത്തിൽ അവന്റെ അമ്മ മരിച്ച സമയത്ത് മാക്സിന്റെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ച ആളായിരുന്നു ഈ മാഡ്ലിൻ. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ മാക്സിന്റെ അച്ഛനും മരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഈ മാഡ്ലിൻ ഒറ്റയ്ക്കാണ് മാക്സിനെ വളർത്തിയത്. അങ്ങനെ ഈ മാഡ്ലിനും റിച്ചാർഡും തമ്മിൽ ഒന്നിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് മാക്സിന് നല്ല ദേഷ്യം വന്നിട്ട് റിച്ചാർഡിനോട് കുറെ ചൂടാവുന്നുണ്ട്. അത് കണ്ടിട്ട് മാഡ്ലിൻ പറയുന്നുണ്ട് മാക്സ് നമുക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവനെയും കൂട്ടിയിട്ട് വേറൊരു റൂമിലേക്ക് പോയി. അവിടെ എത്തിയിട്ട് മാഡ്ലിൻ മാക്സിനോട് ചോദിക്കുന്നുണ്ട് എടാ നീ വീണ്ടും ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയല്ലേന്ന്. അത് കേട്ടിട്ട് മാക്സ് പറയുന്നുണ്ട് ഞാനിപ്പോൾ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല, ഞാൻ അതൊക്കെ നിർത്തിയിട്ട് കുറച്ച് കാലമായെന്ന്. നിങ്ങൾക്ക് എന്നെ അത്രയ്ക്കും സംശയമാണെങ്കിൽ എൻ്റെ യൂറിൻ പരിശോധിച്ചോ എന്ന് മാക്സ് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് മാഡ്ലിന് ആകെ എന്തോ ഒരു വിഷമായി.
എന്നിട്ട് മാഡ്ലിനോട് മാക്സ് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് നാൾ ഈ വീട്ടിൽ നിൽക്കണമെന്ന്. പക്ഷേ നമ്മുടെ മാഡ്ലിൻ ആണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല. നിന്റെ ഒരടവും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാക്സിനോട് ഇവള് ചൂടാവുന്നുണ്ട്. അത് കണ്ടിട്ട് മാക്സിന് നല്ല ദേഷ്യം വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പക്ഷെ ഇതൊക്കെ തന്നെ നമ്മുടെ റിച്ചാർഡ് പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. റിച്ചാർഡ് മാക്സിനോട് സംസാരിച്ചിട്ട് അന്ന് രാത്രി റിച്ചാർഡിന്റെ വീട്ടിൽ തന്നെ നമ്മുടെ മാക്സ് താമസിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ മാക്സ് ഉറക്കമൊക്കെ എഴുന്നേറ്റിട്ട് താഴേക്ക് വരുമായിരുന്നു. അപ്പോഴുണ്ട് മാഡ്ലിനും റിച്ചാർഡും അവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ മാഡ്ലിൻ മാക്സിന്റെ അച്ഛനെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ചായിരുന്നു. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ അയാൾ മരണപ്പെടുകയും ഇവള് ചെറുപ്പത്തിൽ തന്നെ വിധവയാകുകയും ചെയ്തു. അതിൻ്റെതായ ഒരുപാട് ഡിപ്രഷനൊക്കെ ഉള്ളത് കാരണം മാക്സിനെ ശരിക്കും തന്നെ വളർത്താൻ വേണ്ടിയിട്ട് ഇവൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവന്റെ സ്വഭാവമൊക്കെ ആകെ മോശമായിപ്പോയെന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ നമ്മുടെ മാക്സ് അവിടെ നിന്ന് കേൾപ്പുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ റിച്ചാർഡും മാഡ്ലിനും കൂടിയിട്ട് ഈ വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോഴുണ്ട് നമ്മുടെ മാക്സും വേറൊരു പോലീസ് ഓഫീസറും കൂടിയിട്ട് ആ വീടിന്റെ ഡോറിന്റെ അവിടെ നിന്നിട്ട് അടി കൂടുന്നു. അപ്പോൾ റിച്ചാർഡ് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഈ പോലീസ് ഓഫീസർ പറയുന്നത് ഇവന്റെ കയ്യിൽ ഡ്രഗ്സ് ഉണ്ട്, ഞാനത് പിടികൂടി, അതുകൊണ്ട് തന്നെ എനിക്ക് ഇവൻ ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ്. എന്നാൽ ഈ മാക്സ് പറയുന്നത് ഇയാളാണ് എനിക്ക് ഇങ്ങോട്ടേക്ക് ഡ്രഗ്സ് വിറ്റത്, ഇയാൾ പറയുന്നതൊക്കെ കള്ളാണെന്നാണ്. അങ്ങനെ മാക്സിനെ പോലീസുകാരനെ അറസ്റ്റ് ചെയ്യുന്നു കണ്ടപ്പോൾ നമ്മുടെ മാഡ്ലിൻ റിച്ചാർഡിനോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇവനെ രക്ഷിക്കുന്നൊക്കെ. അപ്പം നമ്മുടെ റിച്ചാർഡ് കുറച്ച് ക്യാഷ് എടുത്തിട്ട് ഈ പോലീസുകാരന് കൊടുത്തിട്ട് പറയും നിങ്ങൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇവനൊന്ന് ഊരി തരണം, എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ തരാമെന്ന്. അപ്പം തന്നെ ഈ പോലീസുകാരനെ ക്യാഷ് വാങ്ങുന്നുണ്ട്. പക്ഷെ അപ്പോഴായിരുന്നു നമ്മുടെ മാഡ്ലിൻ എന്തൊക്കെയൊക്കെയോ സംശയങ്ങൾ തോന്നുന്നത്. അവൾക്ക് ഈ മാക്സിന്റെ മുഖം കാണുമ്പോൾ എന്തോ ഒരു പന്തികേടുമാണ്. എന്നിട്ട് മാഡ്ലിൻ റിച്ചാർഡിനോട് പറയുന്നുണ്ട് റിച്ചാർഡ് പൈസ കൊടുക്കാൻ വരട്ടെ, ഒരു സംഭവം ഉണ്ട് നിൽക്കുന്നു. അപ്പൊ റിച്ചാർഡ് എന്താ മാഡ്ലിൻ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ മാഡ്ലിൻ പറയുന്നുണ്ട് അവൻ പോലീസുകാരനൊന്നല്ല, ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒത്തു കളിക്കുന്നതാണ്. എന്നോട് പൈസ ചോദിക്കാനുള്ള മടി കാരണം പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇവന്റെ അടവായിരുന്നു ഇതെന്ന്. അപ്പൊ റിച്ചാർഡ് ആ കൊടുത്ത ക്യാഷ് തിരിച്ചു വാങ്ങിയിട്ട് നമ്മുടെ പോലീസുകാരനോട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് വിട്ടോ എന്ന് പറയുന്നുണ്ട്. അയാൾ അപ്പൊ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലായ മാക്സ് മാഡ്ലിനോട് പറയുന്നുണ്ട് അമ്മ ചൂടാവൊന്നും വേണ്ട, ഞാൻ ചെറിയൊരു പ്രാങ്ക് ഒപ്പിച്ചതല്ലേ, അമ്മ ഇതിന് മാത്രം ദേഷ്യപ്പെട്ടൊന്നും വേണ്ടാന്ന്. ഇത് കേട്ടിട്ട് നമ്മുടെ മാഡ്ലിന് നല്ല ദേഷ്യം വന്നിട്ട് അവന്റെ കരണക്കുറ്റി നോക്കിയിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ഇവനോട് പറയുന്നുണ്ട് നീ എപ്പോൾ നോക്കിയാലും റിച്ചാർഡിന്റെ മുന്നിൽ എന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയുള്ളൂ, ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന്. മാക്സിന് നല്ല ദേഷ്യം വന്നിട്ട് അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാക്സിനെ കാണാൻ വേണ്ടിയിട്ട് അവൻ താമസിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് മാഡ്ലിൻ വരുന്നതാണ്. അപ്പോഴായിരുന്നു ഒരു ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ മാഡ്ലിൻ ഉണ്ടല്ലോ പുള്ളിക്കാരി മാക്സിന്റെ അമ്മയും അല്ല, മാക്സ് ഇവളുടെ മകനും അല്ല, മാഡ്ലിൻ ഈ മാക്സിന്റെ ലവറാണ്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് നമ്മുടെ റിച്ചാർഡിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പ്ലാനാണിത്. പക്ഷെ നമ്മുടെ മാക്സിനാണെങ്കിലും മാഡ്ലിനോട് നല്ല സീരിയസ് ആയിട്ടുള്ള പ്രേമാണെന്ന് തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ റിച്ചാർഡ് ഇവളുമായിട്ട് അധികം അടുക്കുന്നതൊന്നും ഇവന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല. എന്നിട്ട് മാക്സ് മാഡ്ലിനോട് ചോദിക്കുന്നുണ്ട് റിച്ചാർഡിന് നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ. അപ്പം മാഡ്ലിൻ പറയുന്നത് അതെ അവൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയുള്ളവരെ മാത്രമേ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് റിച്ചാർഡിനെയാണ്. പുള്ളിക്കാരൻ്റെ ഹെൽത്തൊക്കെ ഭയങ്കര ഇഷ്യൂ ആണെന്ന് തോന്നുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മെഡിസിൻ എടുക്കുകയും ഡോക്ടറെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. റിച്ചാർഡ് മാക്സിനോട് റിച്ചാർഡിൻ്റെ ഓഫീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാക്സ് അവിടെ എത്തിയിട്ട് റിച്ചാർഡിനോട് ചോദിക്കുന്നുണ്ട് എന്താ എന്നോട് വരാൻ പറഞ്ഞത്, എനിക്ക് വല്ല ജോലിയും തരാൻ വേണ്ടിയിട്ടാണോ എന്ന്. അപ്പോൾ റിച്ചാർഡ് പറയുന്നത് ജോലി തരാൻ വേണ്ടിയിട്ട് തന്നെയാണ്, നിനക്ക് ഞാൻ $60,000 മാസം തരാം, പക്ഷെ ഇനി തൊട്ടിട്ട് മാഡ്ലിൻ്റെ കൺമുന്നിൽ പോലും വരാൻ പാടില്ല എന്ന്. ഈ മാക്സ് ഇടയ്ക്കിടയ്ക്ക് മാഡ്ലിനെ കാണാൻ വരുന്നതും അവള് ഇവൻ കാരണം കരയുന്നതൊന്നും ഈ റിച്ചാർഡിന് ഇഷ്ടമല്ല. കാരണം റിച്ചാർഡിനെ മാഡ്ലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ $60,000 ഓഫർ ചെയ്തത് കേട്ടിട്ട് നമ്മുടെ മാക്സ് റിച്ചാർഡിനോട് പറയുന്നുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് ഒരു കാര്യം പറയാം, നിങ്ങൾ എപ്പോഴും മാസത്തിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഈ പൈസ ഇടുന്നതിനേക്കാളും നല്ലത് ഒരു വർഷത്തേക്കുള്ള പൈസ അഡ്വാൻസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് തന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തേ ഇല്ലാന്ന്. ഇത് കേട്ട റിച്ചാർഡിന് ആദ്യം കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് മാക്സ് ചോദിച്ച ആ ഒരു പൈസ മുഴുവനായിട്ട് അവന് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴായിരുന്നു വേറൊരു ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ റിച്ചാർഡിനെ കാണാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്. ആരാന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ സീനിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ടോം ആദ്യത്തെ സീനിൽ സാൻഡ്രനോട് പറയുന്നില്ലേ എൻ്റെ അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്, ഇപ്പൊ വീട്ടില് അച്ഛനും സ്റ്റെപ്പ് മദറും ആണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകുന്നത് അത്രയ്ക്ക് നല്ല കാര്യമല്ല എന്നൊക്കെ. അവരായിരുന്നു നമ്മുടെ റിച്ചാർഡും മാഡ്ലിനും. അതായത് റിച്ചാർഡിന്റെ മകനാണ് ഈ ടോമിനെ കണ്ടപ്പാട്ട് റിച്ചാർഡ് പറയുന്നുണ്ട് നിനക്ക് എന്താ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടൊക്കെ വന്നാൽ പോരെ, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ. പക്ഷെ അത് കേട്ടിട്ട് നമ്മുടെ ടോമിനാകെ ഇൻസൾട്ട് ആയിട്ട് അപ്പം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റിച്ചാർഡ് മാക്സിനോട് പറയുന്നുണ്ട് എൻ്റെ ഈ കാണുന്ന എല്ലാ സമ്പാദ്യത്തിൻ്റെയും ഒരേ ഒരു അവകാശമാണ് ഈ പോയ മകൻ, പക്ഷെ ഇവനാണെങ്കിൽ ഒരു കഴിവില്ലാണ്ട് നടക്കുവാണ്. അവൻ 21 വയസ്സായപ്പോൾ എൻ്റെ എല്ലാ ബിസിനസ്സും അവനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവനിതിലൊന്നും താല്പര്യമില്ല, അവൻ ഇഷ്ടപ്പെട്ട ഒരു ഓതറുടെ സൈൻ ചെയ്ത ഒരു പുസ്തകം അവന് വേണമെന്നായിരുന്നു. മാത്രമല്ല ഒരു ബുക്ക് സ്റ്റോളും നടത്തിക്കൊണ്ട് അവനൊരു
മൂലയിൽ ഇരിപ്പാണ് എപ്പോഴൊന്ന്. സംഭവം നമ്മുടെ ടോമിന് റിച്ചാർഡിന്റെ ക്യാഷിലൊന്നും വലിയ കണ്ണില്ല. എന്നാൽ ടോമിനെ കുറിച്ചിട്ട് റിച്ചാർഡിൽ നിന്ന് അറിഞ്ഞ മാക്സ് നമ്മുടെ സാൻഡ്രേനെ വിട്ടിട്ട് ടോമിനെ നന്നായിട്ട് തന്നെ പറ്റിച്ചിട്ടുണ്ട്. ടോമിന് ഇഷ്ടപ്പെട്ട പുസ്തകവും ഓതറുടെ പേരും എല്ലാം തന്നെ റിച്ചാർഡിൽ നിന്നായിരുന്നു നമ്മുടെ മാക്സ് അറിഞ്ഞത്. അങ്ങനെ റിച്ചാർഡ് കൊടുത്ത ആ ഒരു ക്യാഷും വാങ്ങിയിട്ട് അവിടെ നിന്നും മാക്സ് പോയി. അങ്ങനെ റിച്ചാർഡിനെയും പറ്റിച്ചിട്ട് കുറെ ക്യാഷൊക്കെ ആയിട്ട് മാക്സ് മാഡ്ലിനെയും വെയിറ്റ് ചെയ്തിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമായിരുന്നു. അപ്പോഴുണ്ട് നമ്മുടെ മാഡ്ലിനും പിന്നെ നേരത്തെ ആ ഒരു പോലീസുകാരനായിട്ട് അഭിനയിച്ച ആ ഒരാളുണ്ടല്ലോ, അയാളുടെ പേര് ടിപ്സി എന്നാണ്, അവനും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. ഇവരെല്ലാവരും കൂടിയിട്ട് റിച്ചാർഡിന്റെ വിശ്വാസം മാഡ്ലിന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കളിച്ച ഒരു കളിയായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്. മാത്രമല്ല മാഡ്ലിനെ റിച്ചാർഡിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇവളെ മാക്സ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് നമ്മുടെ റിച്ചാർഡിന് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റിച്ചാർഡ് എത്ര തന്നെ ക്യാഷ് മുടക്കാനും റെഡിയായിരുന്നു. അങ്ങനെ ഇവരുടെ പദ്ധതിയൊക്കെ വിജയിച്ച ആ ഒരു സന്തോഷത്തിൽ മാക്സ് കുറച്ച് പൈസ ടിപ്സിക്ക് കൊടുക്കുന്നുണ്ട്, ഇതാ നിന്റെ പങ്ക് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് മാക്സ് പറയുന്നുണ്ട്, ഞാനും മാഡ്ലിനും കൂടിയിട്ട് ഒരു വെക്കേഷന് പോകാൻ നിൽക്കുവാണ്, തൽക്കാലം നീ ക്യാഷ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും, ഞങ്ങൾ ഒരു പദ്ധതി കൂടി ഇട്ടിട്ടുണ്ട്, അതിൽ കുറേ ക്യാഷ് കിട്ടുമ്പോൾ നിനക്ക് കുറച്ചുകൂടി തരാമെന്ന്. പക്ഷെ നമ്മുടെ ടിപ്സിക്ക് അവരോട് കുറച്ച് ദേഷ്യം തോന്നുന്നുണ്ട്, കാരണം അവനക്ക് വളരെ കുറച്ച് പൈസ മാത്രമേ ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ടിപ്സി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടിട്ട് അപ്പം തന്നെ ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയത്ത് മാഡ്ലിൻ മാക്സിനോട് പറയുന്നുണ്ട്, നമ്മൾ നാളെ രാവിലെ വെക്കേഷന് പോവുകയാണല്ലോ, എൻ്റെ ഡ്രസ്സും മറ്റു സാധനങ്ങളും ഒക്കെ റിച്ചാർഡിൻ്റെ വീട്ടിലുള്ളത്, ഞാൻ പോയിട്ട് അതൊന്ന് പാക്ക് ചെയ്തിട്ട് നാളെ രാവിലെ നിൻ്റെ അടുത്തേക്ക് വരാമെന്ന്. അങ്ങനെ പിറ്റേന്ന് രാവിലെയായി. നമ്മുടെ മാക്സ് ആണെങ്കിൽ മാഡ്ലിൻ വരുന്നതും കാത്തിരിക്കുമായിരുന്നു. ആ സമയത്താണ് മാഡ്ലിൻ മാക്സിന് ഫോൺ കോൾ ചെയ്യുന്നത്. എന്നിട്ട് മാഡ്ലിൻ മാക്സിനോട് പറയുന്നത്, എനിക്ക് റിച്ചാർഡിനെ വിട്ടിട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇനിയുള്ള കാലം ഞാൻ റിച്ചാർഡിൻ്റെ കൂടെ ജീവിച്ചാലോ എന്ന് ആലോചിക്കുവാന്ന്. അത് കേട്ട മാക്സ് ഇവളോട് പറയുന്നുണ്ട്, നീ എന്ത് പൊട്ടത്തരായി പറയുന്നത്, റിച്ചാർഡ് എങ്ങാനും നിന്റെ കള്ളക്കളിയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയുള്ള കാലം നീ ജയിലിലായിരിക്കുന്നു. പക്ഷേ ഇവർ ഈ ഫോൺ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മാക്സിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസുകാർ വരുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ മാക്സ് വഴി മാത്രമേ റിച്ചാർഡ് ഈ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ മാഡ്ലിൻ മാക്സിനെ കുടുക്കിയതായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കിയ മാക്സ് കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്തിട്ട് പിന്നിലൂടെ അപ്പം തന്നെ രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ മാഡ്ലിൻ ഉണ്ടല്ലോ, അവളുടെ ചാപ്റ്ററാണ്. അവൾ എന്തുകൊണ്ടായിരിക്കും റിച്ചാർഡിൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല പ്രായമായിട്ടുണ്ട്, മാത്രമല്ല ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ പൈസ മൊത്തം ഇവളുടെ കയ്യിലെത്തും, കാരണം ടോമിന് ഇതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, അവനെ പറ്റിക്കാൻ ഈസി ആയിരിക്കും. അങ്ങനെ നമ്മുടെ മാഡ്ലിൻ വിചാരിച്ച പോലെ തന്നെ ഒരു ദിവസം നമ്മുടെ റിച്ചാർഡ് മരിച്ചുപോയി. മാഡ്ലിനാണെങ്കിൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടൊക്കെ നടക്കുമായിരുന്നു. അപ്പോഴായിരുന്നു റിച്ചാർഡിൻ്റെ അഡ്വക്കേറ്റ് വന്നിട്ട് ടോമിനെയും മാഡ്ലിനെയും വിളിക്കുന്നത്. അവരോട് എന്തോ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടിയിട്ട് വേറൊരു മുറിയിലേക്ക് പോകുന്നുണ്ട്. സംഭവം നമ്മുടെ റിച്ചാർഡ് മരിക്കുന്നതിന് മുൻപ് ഈ സ്വത്തൊക്കെ ആർക്കാണെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വത്തിൻ്റെയൊക്കെ ട്രസ്റ്റി ആയിട്ട് മാഡ്ലിനെയും ചെയർമാനായിട്ട് ടോമിനെയും ആയിരുന്നു റിച്ചാർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ മാഡ്ലിനെ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടന്നു എന്നതിൻ്റെ സന്തോഷമുണ്ട്. എന്നാൽ ഈ ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ സ്വത്തിന് മുഴുവനായിട്ട് അവകാശമൊന്നും ഇല്ലായിരുന്നു. ടോമിന് എന്ത് കാര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും ഇടപെടാനുള്ള അവകാശം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മാഡ്ലിനാണെങ്കിൽ ഈ സ്വത്തെല്ലാം അവളുടെ മാത്രമായിരിക്കണമെന്നായിരുന്നു. അതുകൊണ്ട് ഇവൾ ടോമിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ റിച്ചാർഡ് ഇല്ലാത്ത ഈ വലിയ വീട്ടിൽ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണെന്നും അതുകൊണ്ട് ടോം കുറച്ച് നാൾ ഇവളുടെ കൂടെ ഈ വീട്ടിൽ നിൽക്കണമെന്നും. ഈ കുറച്ച് നാളുണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിൽ ഈ മാഡ്ലിനാണ് ഇതിനെല്ലാം ഏക അവകാശി എന്ന് ടോമിൻ്റെ കയ്യിൽ നിന്നും എഴുതി വാങ്ങാനായിരുന്നു മാഡ്ലിൻ്റെ പദ്ധതി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ റിച്ചാർഡിൻ്റെ വീടുണ്ടല്ലോ, അവിടത്തേക്ക് റിച്ചാർഡിൻ്റെ 2 ബിസിനസ് പാർട്ട്നേഴ്സ് വരുവാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ടോം ഈ സാൻഡ്രയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോമിന് നമ്മുടെ സാൻഡ്രയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പറ്റിച്ചതിനേക്കാൾ കൂടുതൽ അവളെ നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു അവന് വിഷമം. അതുകൊണ്ട് തന്നെ അവളെ ഒന്നുകൂടി കണ്ടുപിടിച്ച് തരാൻ വേണ്ടിയിട്ടായിരുന്നു ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പാർട്ട്നേഴ്സ് സാൻഡ്രയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഇവൾ മുന്നേ ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നൊക്കെ. പക്ഷേ നമ്മുടെ ടോമിനാണെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു, അവന് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതൊക്കെ അറിഞ്ഞപ്പോൾ കിളി പോയിരുന്നത് നമ്മുടെ മാഡ്ലിനായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്കറിയായിരുന്നു സാൻഡ്രയെ നമ്മുടെ മാക്സ് അയച്ചതാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവർ സാൻഡ്രയെ കണ്ടുപിടിക്കുമ്പോൾ ഉറപ്പായിട്ടും മാക്സും കുടുങ്ങും. മാക്സ് നമ്മുടെ മാഡ്ലിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മാഡ്ലിൻ ടോമിനെ കൺവിൻസ് ചെയ്തിട്ട് ഇനി സാൻഡ്രയെ കുറിച്ച് അന്വേഷിച്ചിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് അവളെ വിട്ടേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ടോമും പറയുന്നുണ്ട്, ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇനി തൊട്ട് ഞാൻ സാൻഡ്രയെ അന്വേഷിക്കുന്നില്ല എന്ന്. പക്ഷെ പിറ്റേന്ന് രാവിലെ ഉണ്ട് നമ്മുടെ ബിസിനസ് പാർട്ട്ണർ ഉണ്ടല്ലോ, അവർ ഇവരുടെ വീട്ടിലേക്ക് വരുന്നു ടോമിനെ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ സാൻഡ്രയെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവളൊരു ഹോട്ടൽ റൂമിലുണ്ടെന്ന്.
അത് കേട്ടിട്ട് ടോം അപ്പം തന്നെ സാൻഡ്രയെ കാണാൻ പോകുന്നുണ്ട്. എന്നാൽ അവളാണെങ്കിൽ ഡ്രഗ്സൊക്കെ അടിച്ചിട്ടാകെ ബോധം പോയി കിടക്കുമായിരുന്നു. പക്ഷെ ടോം അതൊന്നും നോക്കാതെ എനിക്ക് ഇപ്പം തന്നെ സാൻഡ്രയോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അവളുടെ റൂമിലേക്ക് പോയി. പക്ഷെ അവരെന്താ സംസാരിച്ചതെന്ന് നമ്മൾ കാണിക്കുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ടോം പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം നമ്മുടെ പാർട്ട്ണർ ചോദിക്കുന്നുണ്ട് അവൾ എന്താ പറഞ്ഞതെന്ന്. അപ്പോൾ ടോം പറയുന്നത് അവൾ എന്നെ പറ്റിച്ചു എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ അവളുടെ കൂടെ വേറെ ഒരുത്തനുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇവളെയും തേച്ചിട്ട് കടന്നു കളഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ഇവൾ വാങ്ങിക്കൊണ്ടുപോയ ക്യാഷ് മൊത്തം അവൻ അടിച്ചു മാറ്റിയിട്ട് ഇവളെ പറ്റിച്ചിട്ടാണ് അവൻ പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവനെ എന്തായാലും കണ്ടുപിടിക്കണമെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് മാഡ്ലിന് മനസ്സിലായി സംഭവം മാക്സ് ഇവളെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ മാഡ്ലിൻ പറയുന്നത് എനിക്കൊന്ന് സാൻഡ്രയോട് സംസാരിക്കാൻ പറ്റുമെന്ന്. എന്നിട്ട് ഇവൾ പോയിട്ട് സാൻഡ്രയോട് സംസാരിക്കുമ്പോൾ സാൻഡ്ര പറയുന്നത് മാഡ്ലിനെ എൻ്റെ മുന്നിൽ നിൻ്റെ നമ്പറൊന്നും വേണ്ട, നിന്നെ മാക്സ് അയച്ചതാണെന്നും നിങ്ങളെല്ലാം കൂടി ഒത്തു കളിച്ചതാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം തന്നെ ടോമിനോട് പറയാൻ പോകും. നിൻ്റെ ഒരു പദ്ധതിയും തന്നെ നടക്കില്ല എന്ന്. ഇത് കേട്ട മാഡ്ലിൻ നന്നായിട്ട് തന്നെ പേടിക്കുന്നുണ്ട്. കാരണം സാൻഡ്രയ്ക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. അവൾ എന്തായാലും ടോമിനോട് ഇത് പറയും. ടോം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ, അവൾക്ക് ഒരു പൈസ പോലും കിട്ടാൻ പോണില്ല. അങ്ങനെ മാഡ്ലിൻ സാൻഡ്രയോട് നീ ഒന്നും പറയാൻ പാടില്ല, നീ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാൻഡ്ര പറയുന്നത് എനിക്ക് നിന്റെ ഒരു ചില്ലിക്കാശ് പോലും വേണ്ട, പക്ഷേ എനിക്ക് മാക്സിനെ കാണണം, അവൻ എന്തിനാ എന്നെ പറ്റിച്ചേന്ന് അറിയണം. സംഭവം നമ്മുടെ സാൻഡ്രയ്ക്ക് ചെറുതായിട്ട് മാക്സിനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൻ ഇവളെ നന്നായിട്ട് തന്നെ പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞു. ആ ഒരു വിഷമം പുള്ളിക്കാർക്ക് നന്നായിട്ട് തന്നെ ഉണ്ട്. സാൻഡ്രയ്ക്ക് ടോമിനെ അങ്ങനെ പറ്റിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മാക്സിനോടുള്ള ഇഷ്ടം കാരണം ടോമിനെ പറ്റിച്ചതായിരുന്നു. ടോമിനോട് വാങ്ങിയ ആ പൈസ മുഴുവനായിട്ട് മാക്സിന് കൊണ്ട് കൊടുത്തപ്പോൾ മാക്സ് പറയുന്നത് നീ ഒരു കാര്യം ചെയ്യ്, നീ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിരിക്കും, ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവൻ പിന്നെ തിരിച്ചു വന്നില്ല. അങ്ങനെ സാൻഡ്ര 3 ദിവസമായിരുന്നു നമ്മുടെ മാക്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നത്. എന്നാൽ മാക്സിന്റെ പൊടി പോലും ഇല്ലായിരുന്നു. ആ ഒരു വിഷമം സാൻഡ്രയ്ക്ക് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ മാഡ്ലിൻ സാൻഡ്രയോട് പറയുന്നുണ്ട് ഓക്കെ മാക്സിനെ ഞാൻ നിന്റെ മുന്നിൽ കൊണ്ടെത്തിക്കാം, പക്ഷേ നീ ഒരു കാര്യം പോലും ടോമിനോട് പറയരുതെന്ന്. അങ്ങനെ അത് എഗ്രി ചെയ്തിട്ട് സാൻഡ്രയ്ക്ക് വേണ്ടിയിട്ട് മാഡ്ലിൻ മാക്സിനെ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ മാക്സ് ആണെങ്കിൽ അവൻ്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് മാക്സിനെ കിട്ടാഞ്ഞിട്ട് മാഡ്ലിൻ അവനൊരു വോയിസ് മെയിൽ അയക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മാക്സ് ഈ വോയിസ് മെയിൽ കണ്ടിട്ട് ഇവൾക്കൊരു നമ്പർ അയച്ചു കൊടുത്തിട്ട് മാഡ്ലിനോട് അതിലേക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ എടുത്തപ്പോൾ തന്നെ മാക്സിനോട് മാഡ്ലിൻ പറയുന്നത് നീ കാരണം സാൻഡ്ര എല്ലാ കാര്യങ്ങളും അറിഞ്ഞു, അതിപ്പോൾ ടോമും അറിയാൻ പോവാണെന്ന്. അപ്പോൾ മാക്സ് പറയുന്നുണ്ട് എന്തായാലും നീ പെട്ടു, ഇനി എന്നെയും കൂടി പെടുത്താൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്കൊന്നും വരാൻ പോണില്ല. മാത്രമല്ല എന്നെ ചതിച്ചിട്ട് എല്ലാ സ്വത്തും ഒന്നിച്ചിട്ട് വിഴുങ്ങാനായിരുന്നില്ലേ നിന്റെ ഉദ്ദേശം, അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് തന്നെ അനുഭവിച്ചോ എന്ന് മാക്സ് പറയുന്നുണ്ട്. എന്നാൽ മാഡ്ലിൻ കുറേ പറഞ്ഞിട്ട് അവസാനം മാക്സ് ഓക്കെ ഞാനെന്നാൽ വരാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് നമ്മുടെ സാൻഡ്രയും കൂട്ടിയിട്ട് മാഡ്ലിൻ എങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ടോം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ മാഡ്ലിൻ പറയുന്നത് ഞാനും സാൻഡ്രയും കൂടിയിട്ട് ഒന്ന് നടന്നിട്ട് വരാം, അത് ഇവൾക്കും ഒരു ചേഞ്ച് ആവുമല്ലോ എന്ന്. അങ്ങനെ മാഡ്ലിനും സാൻഡ്രയും കൂടിയിട്ട് മാക്സിനെ കാണാൻ പോകുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ മാഡ്ലിൻ സാൻഡ്രയിനോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഈ ഭാഗത്ത് എങ്ങാനും കണ്ടുപോകരുതെന്ന്. സാൻഡ്രയും അത് അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ ഞാനിനി നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്നും വരില്ല, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് മാക്സിനെ കാണാൻ പോയി. അവിടെ മാക്സിനെ കണ്ടപാട് തന്നെ നമ്മുടെ സാൻഡ്രയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവൾ പോയിട്ട് അവനെ അടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്നെ പറ്റിച്ചത്, നിന്നെ ഇത്രയും വിശ്വസിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് നോക്കി. പക്ഷേ ആ സമയത്തായിരുന്നു നമ്മുടെ പാർട്ട്ണർ ഉണ്ടല്ലോ പുള്ളിക്കാരൻ ടോമിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ടോമിനോട് പറയുന്നുണ്ട് കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവരെല്ലാം കൂടിയിട്ട് ഒന്നിച്ച് കളിച്ചിട്ട് നിനക്കിട്ട് ഉണ്ടാക്കുവാണെന്ന്. സംഭവം നമ്മുടെ പാർട്ട്ണറിന് ആദ്യം തൊട്ടേ മാഡ്ലിനെ ഭയങ്കരമായിട്ട് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ടോമിന് മുന്നിൽ തെളിയിക്കാൻ വേണ്ടിയിട്ട് മാഡ്ലിനെയും സാൻഡ്രേനെയും ഫോളോ ചെയ്തിട്ട് ഇവർ പുറകെ വന്നതായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ടോം സാൻഡ്രേനോട് ചോദിക്കുന്നുണ്ട് നിന്നെ ഞാൻ ഇത്രയും വിശ്വസിച്ചതുകൊണ്ടാണോ നീ എന്നെ പറ്റിച്ചതെന്ന്. എന്നിട്ട് പാർട്ട്ണറുടെ കയ്യിലുണ്ടായിരുന്ന ഒരു തോക്ക് എടുത്തിട്ട് സാൻഡ്രേനെ ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. എന്നാൽ ടോമിന് നമ്മുടെ സാൻഡ്രേനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവൾ ഷൂട്ട് ചെയ്യാൻ അവന് സാധിക്കുന്നില്ല. എന്നിട്ട് അവളോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ നിന്നെ ഞാൻ എന്തിനു കൊല്ലണം, ഇതിനൊക്കെ കാരണം മാഡ്ലിൻ അല്ലേ എന്ന് പറഞ്ഞിട്ട് മാഡ്ലിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ മാഡ്ലിൻ പറയുന്നുണ്ട് നീ എന്നെ ഒന്നും ചെയ്യല്ല, ഞാൻ എന്ത് വേണേലും തരാമെന്ന്. പക്ഷേ ആ ഒരു സമയത്തായിരുന്നു സാൻഡ്ര ടോമിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തോക്ക് തട്ടി തെറിപ്പിക്കുന്നത്. എന്നാൽ ടോമിന് അത് എടുക്കാൻ സാധിക്കുന്നതിന് മുന്നേ തന്നെ മാഡ്ലിൻ പോയിട്ട് അത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ തോക്ക് എടുത്തിട്ട് ടോമിന് നേരെ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് നിന്നെ ഞാൻ കൊല്ലുന്നു. അപ്പോൾ ടോം പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഇവളുടെ നേരെ പോയിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് അവിടെ നിന്ന് അടിപിടിയായി. പക്ഷേ അപ്പോഴായിരുന്നു മാഡ്ലിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തോക്ക് അബദ്ധത്തിൽ പൊട്ടുന്നതും ടോമിന് വെടിയേൽക്കുന്നതും. സംഭവം നമ്മുടെ ടോം അവിടെ വെച്ച് തന്നെ മരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് പാർട്ട്ണർ അപ്പം തന്നെ ആ കാര്യം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അറിയിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മാഡ്ലിൻ അപ്പോഴും
പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വേണേലും എന്ത് ചോദിച്ചാലും ഞാൻ തരാം, എന്നെ കൊടുക്കരുത്, എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കരുത് എന്നൊക്കെ. മാക്സും അപ്പോൾ മാഡ്ലിനെ സപ്പോർട്ട് ചെയ്തിട്ട് അതിന് അബദ്ധത്തിൽ സംഭവിച്ചതല്ലേ എന്നൊക്കെ പാർട്ട്ണറിനോട് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ നമ്മുടെ പാർട്ട്ണർ കൂട്ടാക്കുന്നില്ല. അത് കണ്ടിട്ട് മാഡ്ലിൻ പറയുന്നുണ്ട്, ഓക്കെ അങ്ങനെയാണെങ്കിൽ എൻ്റെ എല്ലാ സ്വത്തും തന്നെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചെഴുതി തരാം, ട്രസ്റ്റിന് തന്നെ എഴുതി തരാം, എന്നെ വെറുതെ വിടണമെന്ന്. അപ്പോൾ പാർട്ട്ണർ ഓക്കെ അങ്ങനെയാണെങ്കിൽ ആടിയിൽ സമ്മതിക്കാം, എന്നാൽ ഇന്ന് തന്നെ നീ നിന്റെ പേരിലുള്ള എല്ലാ സ്വത്തും ട്രസ്റ്റിന് തിരിച്ചെഴുതി തരണമെന്ന് പറയുന്നുണ്ട്. മാഡ്ലിൻ ആണെങ്കിൽ വേറെ വഴിയില്ലാതെ അന്ന് തന്നെ ലോയറെ കണ്ടിട്ട് എല്ലാ സ്വത്തും തിരിച്ച് ട്രസ്റ്റിന് എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാർട്ട്ണർ മാഡ്ലിനോട് പറയുന്നുണ്ട്, ടോമിന്റെ മരണമൊക്കെ ഞാൻ നോക്കിക്കോളാം, ഇനി നിന്നെ ഈ ഭാഗത്ത് കണ്ടേക്കരുതെന്ന്. അങ്ങനെ നമ്മുടെ ടോമും മാക്സും സാൻഡ്രയും കൂടിയിട്ട് പ്ലെയിനിൽ കയറിയിട്ട് നാട് വിടുമായിരുന്നു. അവിടെ വെച്ചിട്ട് മാക്സ് മാഡ്ലിനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും സ്വത്ത് നഷ്ടപ്പെട്ടിട്ട് നിനക്ക് എന്താ ഒരു കൂസലില്ലാത്തത്? അപ്പോൾ മാഡ്ലിൻ പറയുന്നുണ്ട്, ഈ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തൊക്കെ തിരിച്ചെഴുതി കൊടുക്കാൻ ഞാൻ എന്താ അത്രയ്ക്ക് മണ്ടിയാണോ? ഒരു വഴിയും കാണാതെ ഞാൻ അങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ മാക്സ് അവളോട് തെളിച്ച് പറ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് മാഡ്ലിൻ അവളുടെ പ്ലാൻ എന്തായെന്ന് പറയുന്നത്. ഈ സ്വത്തൊക്കെ എഴുതി കൊടുക്കുന്ന ട്രസ്റ്റ് ഉണ്ടല്ലോ, അതിന്റെ ചെയർമാൻ ടോം ആയിരുന്നു. ട്രസ്റ്റി ആയിട്ടുള്ളത് നമ്മുടെ മാഡ്ലിനും. ഇപ്പോൾ ഈ ചെയർമാൻ ആയിട്ടുള്ള ടോം മരിച്ച സ്ഥിതിക്ക് ഈ ട്രസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാഡ്ലിനിലേക്ക് തന്നെ ഈ സ്വത്തെല്ലാം തന്നെ വന്നു ചേരും. അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവളുടെ പ്ലാൻ. അങ്ങനെ മാക്സും നമ്മുടെ മാഡ്ലിനും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ സാൻഡ്രയെ കാണിക്കുന്നുണ്ട്. അവളാകെ വിഷമിച്ചിരിക്കുവാണ്. സംഭവം നമ്മുടെ ടോം മരിച്ചതിൽ സാൻഡ്രയ്ക്ക് നല്ല വിഷമമുണ്ട്. അവൾ അവരോട് പറയുന്നുണ്ട്, ഒരുത്ത മരിച്ചു കിടക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ സ്വത്തിന്റെ ഒക്കെ കണക്കെന്ന്. എന്നിട്ട് അവൾ നേരെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ബാത്റൂമിലേക്ക് പോയി. പക്ഷെ അപ്പോഴായിരുന്നു മാഡ്ലിൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. എന്താന്ന് വെച്ചാൽ ഈ ടോമിനെ ഷൂട്ട് ചെയ്ത സമയത്ത് അവന്റെ ബ്ലഡ് ഈ മാഡ്ലിന്റെ ഡ്രസ്സിലായിട്ടുണ്ടായിരുന്നു. അവൾ അതങ്ങനെ തുടച്ചു നോക്കുമ്പോഴായിരുന്നു അത് അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ ഒറിജിനൽ ബ്ലഡ് ആണെങ്കിൽ ഇതിങ്ങനെ സ്പ്രെഡായിട്ട് അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിക്കില്ലല്ലോ. അപ്പോഴായിരുന്നു നമ്മുടെ മാഡ്ലിന് ഈ ടോം അവളെ പറ്റിച്ചതായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടോമിന് വേണ്ടി കൊണ്ടിട്ടുമില്ല, അവൻ മരിച്ചിട്ടുമില്ല. അവൻ നമ്മുടെ മാഡ്ലിനെ നൈസായിട്ടൊന്ന് തേച്ചതായിരുന്നു. ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ മാഡ്ലിൻ മാക്സിനോട് ചോദിക്കുന്നുണ്ട്, മാക്സേ നീയും അവരുടെ കൂടെ ആയിരുന്നു എന്ന്. അപ്പോൾ മാക്സ് പറയുന്നുണ്ട്, നീ എന്താടി പറയുന്നത്, നീ വിളിച്ചിട്ടല്ല ഞാൻ വന്നേന്ന്. അങ്ങനെയാണെങ്കിൽ സാൻഡ്രയോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാഡ്ലിൻ സാൻഡ്രയെ നോക്കാൻ പോകുമ്പോഴായിരുന്നു വേറൊരു ട്വിസ്റ്റ്. നമ്മുടെ സാൻഡ്ര ആ ബാത്റൂമിൽ നിന്നും എസ്കേപ്പ് ആയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ സിനിമയിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. സംഭവം ഈ മാക്സും മാഡ്ലിനും ഈ പൈസക്കാരായിട്ടുണ്ടാവുന്ന ആളില്ലേ, അവരെയൊക്കെ പറ്റിച്ചിട്ട് അവരുടെ സ്വത്തൊക്കെ അടിച്ചു മാറ്റുന്ന ടീമായിരുന്നു. അങ്ങനെയായിരുന്നു ഈ കോടീശ്വരനായിട്ടുള്ള റിച്ചാർഡിനെ പറ്റിച്ചിട്ട് അവന്റെ സ്വത്തൊക്കെ അടിച്ചു മാറ്റാൻ ഇവരെ തീരുമാനിക്കുന്നത്. അങ്ങനെ മാഡ്ലിൻ ഇവന്റെ അടുത്ത് കൂടി ഇവനെ കല്യാണം കഴിച്ചു. റിച്ചാർഡിനാണെങ്കിൽ നല്ല പ്രായമുണ്ട്, അത്യാവശ്യം നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ തട്ടിപ്പോകുന്നു ഇവർക്ക് അറിയായിരുന്നു. അങ്ങനെ തട്ടിപ്പോയാൽ ഈ സ്വത്തൊക്കെ എന്തായാലും മാഡ്ലിന്റെ പേരിലായിരിക്കും വരുന്നത്. കാരണം അവനാകെ ഉള്ളത് ടോം എന്ന് പറയുന്ന ആ ഒരു മകനാണല്ലോ. അവനാണെങ്കിൽ ഈ സ്വത്തിലൊന്നും വലിയ താല്പര്യവുമില്ലായിരുന്നു. പക്ഷേ റിച്ചാർഡിന്റെ സ്വന്തം മകനാണല്ലോ ഈ ടോം. അതുകൊണ്ട് തന്നെ ടോമിന്റെ പേരിൽ റിച്ചാർഡ് എന്തായാലും എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. അതുകൊണ്ട് തന്നെ റിച്ചാർഡിന് ടോമിന്റെ മേലുള്ള വിശ്വാസം എങ്ങനെയെങ്കിലും തകർക്കണം. അതിന് ഇവർ കണ്ടുപിടിച്ച വഴിയായിരുന്നു സാൻഡ്രയെ യൂസ് ചെയ്ത് ടോമിന്റെ കയ്യിൽ നിന്നും $3.5 ലക്ഷം ഇവർ അടിച്ചു മാറ്റി. അങ്ങനെ റിച്ചാർഡിന് ടോമിന് മേലുള്ള വിശ്വാസവും പോയി. അതുകൂടാതെ മാഡ്ലിന്റെ മേലെ വിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ടിപ്സിയും മാക്സും മാഡ്ലിനും കൂടിയിട്ട് റിച്ചാർഡിന്റെ മുന്നിൽ നന്നായിട്ട് തന്നെ നാടകവും കളിച്ചു. പക്ഷെ നമ്മുടെ സാൻഡ്രയ്ക്കാണെങ്കിൽ ആ ഒരു സമയത്ത് മാക്സിനോട് ചെറുതായിട്ടൊരു ലവ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ടോമിന്റെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയ പൈസയിൽ നിന്നും ഒന്നും കൊടുക്കാതെ നമ്മുടെ മാക്സ് സാൻഡ്രയും നൈസായിട്ട് പറ്റിച്ചു. അതേസമയം തന്നെ മാക്സിനെ പറ്റിച്ചിട്ട് നമ്മുടെ മാഡ്ലിൻ ആണെങ്കിൽ റിച്ചാർഡിന്റെ കൂടെയും കൂടി. അങ്ങനെ മാക്സ് പറ്റിച്ച വിഷമത്തിൽ നമ്മുടെ സാൻഡ്ര ഇരിക്കുമ്പോഴാണ് ഇവളൊരു പത്രവാർത്ത കാണുന്നത്. അതിൽ റിച്ചാർഡിന്റെ മരണ വാർത്തയും കൂടാതെ ടോമിനെ കുറിച്ചിട്ടും മാഡ്ലിനെ കുറിച്ചിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ടോമിനെ പറ്റിച്ചല്ലോ എന്ന കുറ്റബോധത്തിൽ നമ്മുടെ ടോമിനോട് സാൻഡ്ര പോയിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ടോമിന് മനസ്സിലായി മാഡ്ലിന്റെ കയ്യിൽ നിന്നും പെട്ടെന്നൊന്നും ഈ സ്വത്തൊന്നും അങ്ങനെ തിരിച്ചു കിട്ടില്ല. അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നാടകം ഉണ്ടാക്കണം. അങ്ങനെ സാൻഡ്രയുടെ സഹായത്തോടെ നമ്മുടെ ടിപ്സിനെ കണ്ടുപിടിച്ചു. ടിപ്സിക്കാണെങ്കിൽ ഓൾറെഡി മാക്സിനോടും മാഡ്ലിനോടും ദേഷ്യമുണ്ട്. കാരണം അവന് അർഹിച്ച പൈസയൊന്നും അവർ കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് ബിസിനസ് പാർട്ട്ണറായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കണ്ടുപിടിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് റിച്ചാർഡിന്റെ ബിസിനസ് പാർട്ട്ണറൊന്നും ആയിരുന്നില്ല, ഈ ടിപ്സി അറേഞ്ച് ചെയ്ത് കൊടുത്ത ഒരാളായിരുന്നു. പക്ഷെ അപ്പോഴേക്കും തന്നെ നമ്മുടെ മാക്സ് നാട് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ പോലീസ് വന്ന ആ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ മാക്സിനെ തിരിച്ചു വരുത്താൻ വേണ്ടിയിട്ട് സാൻഡ്രയുടെ സഹായത്തോടെ ഇവർ മാഡ്ലിനെയും യൂസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ടോം ഉണ്ടാക്കിയ ആ ഒരു വലയിൽ നമ്മുടെ മാഡ്ലിനും മാക്സും നന്നായിട്ട് തന്നെ തേഞ്ഞൊട്ടിയിട്ടുണ്ട്. അങ്ങനെ അവസാനം റിച്ചാർഡിന്റെ എല്ലാ സ്വത്തും നമ്മുടെ ടോമിലേക്ക് തന്നെ വന്ന് ചേരുന്നുണ്ട്. അങ്ങനെ അവസാനം എല്ലാവരും കൂടിയിട്ട് നമ്മുടെ ടോമിന്റെ ആ ഒരു ബുക്ക് സ്റ്റോർ ഉണ്ടല്ലോ അവിടെ ഒത്തുകൂടുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ആവശ്യത്തിനുള്ള പൈസയും നമ്മുടെ ടോം കൊടുക്കുന്നുണ്ട്. എന്നാൽ അവരെല്ലാവരും അവിടെ നിന്ന് പോയിട്ട് നമ്മുടെ സാൻഡ്ര മാത്രം അവിടെ നിന്നും പോകുന്നില്ല. അവൾക്ക് ടോമിനോട് സഹതാപം തോന്നി ഇപ്പൊ അതൊരു ഇഷ്ടമായിട്ട് മാറിയിട്ടുണ്ട്. എന്നിട്ട് സാൻഡ്ര ടോമിനോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ചതിച്ചതിൽ എന്നോട് ക്ഷമിക്കണമെന്ന്. അപ്പൊ ടോം പറയുന്നത്, നിന്നോട് ഞാൻ പണ്ടേ ക്ഷമിച്ചു കഴിഞ്ഞു എന്നായിരുന്നു.
എന്നിട്ട് സാൻഡ്ര ടോമിനോട് ചോദിക്കുന്നുണ്ട് നമുക്കൊരു ഡിന്നറിന് പോയാലോന്ന്. അപ്പോൾ ടോം പറയുന്നത് സോറി എനിക്ക് സിംഗിളായിട്ട് ഇരിക്കാനാണ് ആഗ്രഹം എന്ന്. അവർ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഡയലോഗ്. അങ്ങനെ അവർ ചിരിച്ചുകൊണ്ടും അവിടെ നിന്ന് പുറത്തേക്ക് പോവാണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ സിനിമ അവസാനിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം?